ഭയങ്കര റൊമാൻറ്റിക് ആണല്ലേ. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം. ഇവർക്ക് എല്ലാത്തിനും ഒരു കഥ ഉണ്ടാവും പറയാൻ. ഇല്ലടാ 15 രൂപ പബ്സിന്, എന്തെങ്കിലും 12 രൂപയുള്ളൂ. കയ്യിലൊരു നയാ പൈസയില്ല, വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തന്നെയാണോ? പിന്നെ അതാരാ അങ്ങനെ ഒരു കോയി വിട്ടത്? ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നു, ഇപ്പൊ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു, നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് അതിലുണ്ടാവും, അല്ലെങ്കിൽ കുറെ ഫ്ലോപ്പ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ? യൂട്യൂബ് വീഡിയോ എന്റെ ഫേവറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓഫ് കോഴ്സ് കല്യാണത്തിന്റെ ഡാൻസ് ആണ്, അതിന്റെ വ്ളോഗാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നമ്മൂട്ട ഇപ്പൊ വരാൻ പോകുന്നത് ലവ് സ്റ്റോറിയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ എഫേർട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ലവ് സ്റ്റോറിയാണ്. കുറച്ച് നാളുകളായിട്ടുള്ള നമ്മുടെ എഫേർട്ടാണത്. അപ്പോ അതായിരിക്കും ചിലപ്പോ അത് തന്നെയാണ് പ്ലാനിങ് ഉണ്ടായിരുന്നു ചെയ്യണം. പിന്നെ കുറെ സിമ്പിൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ബർത്ത്ഡേക്ക് ഇവള് ഗിഫ്റ്റ് ചെയ്തായിരുന്നു ഒരു ബുക്ക്, എന്റെ ലവ് സ്റ്റോറി. കോളേജിൽ പഠിക്കും നമ്മുടെ ഇവള് കണ്ടെന്ന മുതൽ ഞാൻ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ആക്കി കൊടുത്തായിരുന്നു. ഇൻഡെക്സ് ഒക്കെ ഇതായിരിക്കും ഇങ്ങനെയൊക്കെ. അതിന്റെ അവസാനത്തെ ഇൻഡെക്സിലെ അവസാനത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ബിഗ് ഡേ ആണ്. അത് കഴിഞ്ഞു അന്ന് 22nd ബർത്ത്ഡേക്ക് കൊടുത്തതായിരുന്നു. ഭയങ്കര റൊമാൻറ്റിക് ആണല്ലേ. ഞാൻ ഭയങ്കര ഞാനൊരു റൊമാൻറ്റിക്കും അല്ല. എനിക്ക് പക്ഷേ ഈ വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ലെറ്റർ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഈ കൈ കൊണ്ടൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ആർട്ട് ബോക്സിലൂടെ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ അതിലൊക്കെ പിന്നെ എനിക്ക് ഫ്ലവേഴ്സ് കൊടുക്കാനും വാങ്ങിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലൈക്ക് ഒരു ഫാന്റസിയിൽ ഒരു ഡ്രീമി അങ്ങനത്തെ പല വീഡിയോയിലും തായ രാമട്ടൻ അടിപൊളിയാ പല കമന്റ്സ്. അപ്പൊ ഞാൻ എനിക്ക് ഉള്ളിൽ ചിരിയാണ്. കാരണം അങ്ങനെ ഒരു ക്യാരക്ടറേ അല്ല എന്റെ. പണ്ട് മുതലേ ഞാനൊരു നാടാണല്ലോ പറയണ്ടല്ലോ, ഒരു മൂടാണ്. പക്ഷെ ഇവളുടെ ഇവളെങ്ങനെ ഇവക്ക് എങ്ങനെയാ വേണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ് ഓക്കെ ആളെങ്ങനെയായി നമ്മളവിടെ കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി നമുക്കത് തിരിച്ചു കിട്ടും. കൂട്ടത്തിൽ റൊമാൻറ്റിക് കൂട്ടത്തിലല്ല എപ്പോഴും റൊമാൻറ്റിക്. ഇവള് ഞാൻ എപ്പോഴും റൊമാൻറ്റിക്. ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നാ നിങ്ങൾ പറയും. അമ്മമാരെ ഇത് കേട്ടാ തന്നെ അറിഞ്ഞു പഠിക്കണം. പക്ഷെ ഭയങ്കര ചേഞ്ച് കേട്ടോ രാമോണ്ട്. ഞാൻ സ്നേഹിച്ച അല്ലെങ്കിൽ കോളേജിൽ കണ്ട ഒരാളെ അല്ല കല്യാണം കഴിഞ്ഞപ്പോ ആളങ്ങോട്ട് ഭയങ്കരമായിട്ട് മാറി. ഇപ്പൊ ഭയങ്കര എക്സ്പ്രസ് കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ലൈഫിൽ കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് ഭയങ്കര ഏറ്റവും രാമൂട്ടൻ ഞാൻ വിളിക്കുന്നത് ഇത് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടായിരുന്നു? ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു തേങ്ങ റൊമാൻറ്റിക്കാ. ഇവരെല്ലാത്തിനോടും പുച്ഛമായിരുന്നു. ഇത്ര പുച്ഛം എല്ലാത്തിനും? അതെ, വാരിക്കൊരു പുച്ഛിടുന്നുണ്ട്. അപ്പൊ കല്യാണത്തിന് മുന്നേ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലടാ. കല്യാണത്തിന് ശേഷം സ്റ്റുഡിയോ കൊടുത്തു. അതേറ്റം പറയണം. പറയാം വേണമെങ്കിൽ. കല്യാണത്തിന് ശേഷം എല്ലാ മൊമെന്റ്സും ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഒരു കല്യാണം കഴിഞ്ഞ ഉടനെ ബർത്ത്ഡേക്ക് കാണാൻ ദുബായിക്ക് പോയിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിട്ട്. അപ്പൊ അത് ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. ഞാൻ രാമൂട്ടൻ നല്ല റൊമാൻറ്റിക്. ഞാൻ വിചാരിച്ചത് ഞാൻ കറക്റ്റ് പറഞ്ഞിട്ട് കൊച്ചിയാന്ന് നോക്കിയേ. കേറി വരാൻ ഒരു ചാൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആ രീതിയിൽ ഇവള് സർപ്രൈസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കും. അപ്പൊ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് അത് ചെയ്യുമ്പോ ഭയങ്കര എൻഗേജ്മെന്റ് ടൈമാണ്. ഐഫോൺ കിട്ടിയത് അത് ഭയങ്കര നെഗറ്റീവ് കമന്റ്. എന്റെ അമ്മേ, അത് ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയതുകൊണ്ട്. പക്ഷെ വേറൊന്നുമല്ല, ഞാൻ എന്റെ കയ്യിൽ നല്ല ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ആസ് ആൻ ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു വീട്ടിൽ നമുക്ക് ഫോൺ വേണം. സ്റ്റുഡിയോന്റെ വീഡിയോ ഗിഫ്റ്റ് ചെയ്തതിന് മുമ്പിൽ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ കോളേജ് മുതലേ കാണുന്ന ആൾക്ക് ഇവക്ക് എന്ത് കിട്ടിയാലും ഓക്കെയാണ്, എന്ത് കിട്ടിയാലും ഓക്കെയാണ്. ഇപ്പൊ സാധാ ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞ് അതിൽ കണ്ടന്റ് ചെയ്തോളൂ. അങ്ങനെ
ഉള്ളത് കൊണ്ട് അടിപൊളിയായിട്ട് നോക്കാം. അപ്പം നെക്സ്റ്റ് ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടിങ്ങനെ ഓക്കെ ഐഫോൺ അല്ല ഓക്കെ, അപ്പോഴും എൻഗേജ്മെന്റ് മുമ്പ് അവർ യൂസ് ചെയ്യുന്ന അവർ ഓപ്പോയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചാണ് ത്രൂ ഔട്ട് കണ്ടന്റ് ഉണ്ടാക്കണേ. എപ്പോഴും എൻഗേജ്മെന്റ് ഇപ്പോഴും അന്ന് എൻഗേജ്മെന്റ് കൊടുത്ത ഫോൺ തന്നെയാണ്. നമ്മളെടാ മാറ്റാനായി സ്ഥലം ഉണ്ടല്ലോ, ഞാനെടാ ഇത് കുറച്ച് കണ്ടന്റ് ഒക്കെ ഒന്ന് കുറച്ചും കൂടി നന്നാവണ കുറച്ച് സാധനങ്ങൾ കഷ്ടം. ക്യാമറ മാറ്റി തന്നാ മതി. ഞങ്ങൾ ഉദ്ദേശം മനസ്സിലായി. ഞങ്ങൾ വേണ്ട വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരണം സൈക്കോളജി പ്രകാരം. അത് പെൺപിള്ളേരുന്നല്ല, ഇവളൊക്കെ അത് നടക്കത്തില്ല, കണ്ണാടി കൊണ്ടിട്ട് ആ സൈക്കോളജി നടക്കത്തില്ല. ഇത്രയും ഒരു മേഡ് ഫോർ ഈച്ച് ദർ കപ്പിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണേ. അപ്പൊ ഞാൻ കൊറേ ഡയലോഗ് നമുക്ക് എനിക്ക് എന്റെ ക്യാരക്ടർ കൊറേ കൗണ്ടർ ഉണ്ട്, ഞാൻ മിണ്ടാത്തതാണ്. നല്ലതാ. പല ഡയലോഗ്സ് ശരിയല്ല. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഇഷ്ടമുള്ള ഇത് മേഡ് ഫോർ ഈച്ച് ദർ ഒരു ഗെയിമാണ്. ഓക്കെ, ഒരാളെ കുറിച്ച് ഒരാൾക്ക് എത്രത്തോളം അറിയാം എന്നതാണ് ഈ ഒരു ഗെയിം. Okay. അപ്പൊ ഞാൻ ഒരാളെ കുറിച്ച് ചോദിക്കും. അപ്പൊ ഒരാളുടെ ഫോൺ എടുക്കാം. ആരുടെയും ഒരു ഫോൺ ഉണ്ടോ അടുത്ത്? എന്തോ അവിടെ പിടിച്ചു വെച്ചിരിക്കല്ലേ. പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആളുടെ ഒരു ഫോൺ എടുക്കോ, അല്ലെങ്കിൽ ഒരു കള്ളക്കളി കളിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാ. ഏയ് ഞങ്ങള് കളത്തിലൊന്നും കളിക്കത്തില്ല, കണ്ണൂക്കാരല്ലേ. നമ്മള് കളിക്കോ, നമ്മള് കളിക്കോ? വിശ്വാസമില്ല. അതിൽ നോട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്തത് നല്ല ഐഡിയ ആയിരുന്നല്ലോ. ഐഡിയ പറഞ്ഞു കാണിക്കണം കേട്ടോ. ഇവർ അങ്ങനെയൊക്കെ ചെയ്യും, പ്രത്യേകിച്ച് കണ്ണൂരായോണ്ട് ഇത്ര ഐഡിയ ഒക്കെ ഇങ്ങനെ വരും. ഓക്കെ കാണിക്കരുത്, എക്സാം ആണ്. ഓക്കെ ഓക്കെ സെറ്റ് നീങ്ങുന്നടാ. ഓക്കെ റെഡി. ആദ്യം ഞാൻ വൃന്ദയുടെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. ആ ചോദ്യത്തിന്റെ ആൻസർ രണ്ടുപേരും എഴുതണം. Okay, okay, റെഡി അല്ലേ? വൃന്ദയുടെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി. വെരി ടഫ് അല്ല നിങ്ങൾക്ക്? എനിക്ക് ഓർമ്മയില്ല, ഇതൊക്കെ ഓർമ്മയില്ല. എന്താണ് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള? ഇത്രയും ടോക്കറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ എന്തായാലും സംസാരിക്കും. അല്ല കൊറേ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് മതിയോ? ഒരെണ്ണം മതി. എങ്ങത്താനോ അത് ചൈൽഡ്ഹുഡ് മെമ്മറി, ഷെയർ ചെയ്തിട്ടുള്ള പറയരുത്. ഷെയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർമ്മ, ആളെപ്പോഴും ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഓർമ്മ. ഇവർക്ക് എല്ലാത്തിനും ഒരു കഥ ഉണ്ടാവും പറയാം. ഏതെങ്കിലും അത് മതി. ആള് ടൈപ്പ് ചെയ്തു, അത് നോക്കരുത് കേട്ടോ. ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും എന്തായിക്കോട്ടെ, എപ്പോഴും ഷെയർ ചെയ്ത്. ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എത്ര ഏജ് മുതൽ എത്ര ഏജ് വരെ? ഒരു +2 ചൈൽഡ്ഹുഡ് മാറ്റി. +2 ചൈൽഡ്ഹുഡ് എനിക്ക്. +2 ഒക്കെ അല്ലേ? ആ സമയത്ത് ഒരു ഫേവറേറ്റ് മെമ്മറി ആൾക്കിപ്പോ കിട്ടി. +2 എന്ന് പറയുമ്പോ ചിലപ്പോ കിട്ടിക്കാണും. എനിക്കൊന്നും ഇല്ല. ഇത്രയധികം സ്റ്റോറി ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്തായാലും ഉണ്ടാവും. ഇത് ചെറുപ്പത്തിലല്ലെങ്കിൽ നമുക്ക് ഷോ വളരെ കുറച്ച് സമയം അതാണ്. മണിക്കൂർ എടുക്കരുത് കേട്ടോ. എഴുതി കഴിഞ്ഞു. സിമ്പിൾ. എന്താണ് ചോദ്യം വ്യക്തമായില്ല. എന്താണ് ചൈൽഡ്ഹുഡ് മെമ്മറി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ? ഓക്കെ 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 അത് എങ്ങനെ ചിന്തിക്കാലോ. എന്തെങ്കിലും ഓക്കെ കേട്ടാ അത് തന്നെയാണോ അറിഞ്ഞാ മതി എനിക്ക്. ഇത്രയെല്ലാം ഉണ്ട്. അതെ, എനിക്ക് തയ്യാറാക്കണം. ഇവള് 10 കയ്യിലേതെങ്കിലും ഒന്നും എന്താണെന്ന് ചോദിക്കാം. റെഡി? പറയൂ. ഞാൻ റംബൂട്ടാൻ എന്നൊക്കെ അങ്ങനെയും വിളിക്കാറുണ്ട്, അങ്ങനെയൊക്കെ കമന്റ്സ് വരാറുണ്ട്. റംബൂട്ടാൻ വിളിക്കട്ടെ. രാമുട്ടൻ പറയൂ, എന്താണ് വൃന്ദയുടെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി? ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയത് ബെസ്റ്റ് ആക്ട്രസ് അതെന്തായിരുന്നു സ്റ്റോറി? അത് ആക്ച്വലി ഡ്രാമ ചെയ്യുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ. അപ്പോ 8th 9th 10th 3 വർഷം അടുപ്പിച്ച് ബെസ്റ്റ് ആക്ട്രസ് കിട്ടി. അപ്പോ പത്രത്തില് ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ 10th അപ്പൊ അത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഈവൻ ആഗ്രഹം ഉണ്ടല്ലോ നമുക്ക് ഇപ്പോഴും അഭിനയിക്കാനൊക്കെ. അപ്പൊ അവസരം വന്നിട്ടുണ്ടോ? മൂവി അവസരങ്ങൾ ഇല്ല അങ്ങനെയല്ല. അത് മുന്നേ, അതിപ്പോഴൊന്നും അല്ല, മുന്നേണത്. അത് +2 പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഈ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്ന സമയത്തും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും നമുക്ക് ഇത് ഇങ്ങനെ ഇത്രയും
അത്രയും നമ്മള് എന്താ പറയാ വേണം അത് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് കുറച്ചും ഫസ്റ്റ് ഞാനില്ലല്ലോ. അതെ അതെ ഓ അതുകൊണ്ട് ഐശ്വര്യ ഇതാണ് അതൊക്കെ. ഇപ്പൊ ഇല്ല, പക്ഷെ മുന്നേ സ്കൂളിൽ പഠിക്കുമ്പോ അതല്ല അവസരം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദിക്കട്ടെ. ഓക്കെ ഓക്കെ, നമുക്ക് ആർക്കും അറിയാത്ത വൃന്ദയുടെ ഒരു ഹിഡൻ ടാലന്റ് ഇതുവരെ പുറത്തൊന്നും നമ്മൾ ഷെയർ ചെയ്യാം. പുറത്ത് വന്നിട്ടുണ്ട്, പക്ഷെ അത് അങ്ങനെയൊന്നും പറയില്ല. എന്നാ പിന്നെ ആൻസറും കൂടി പറയണം. എടാ കൊറേ ഉണ്ടടാ, ഏതെങ്കിലും ഒന്ന് ഇഷ്ടം പോലെ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ടാലന്റ് കണ്ടിട്ടില്ലാത്ത രണ്ടെണ്ണം എത്തിക്കോട്ടെ. ഇല്ല, അരമാർക്ക് കൂടി എന്തില്ല. രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, എനിക്കൊന്നായ ഞാൻ തരാം. ആ, പാട്ട് പാടും, ചിത്രവും വരക്കും. സിംഗിങ് ആൻഡ് ഡ്രോയിങ്. വിഷയമാണ് കേട്ടോ. വരച്ച കണ്ടിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, എനിക്ക് വരക്കുന്ന ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. വരയ്ക്കും. തെയ്യം വരച്ചിട്ടുണ്ട്, പിന്നെ കോളേജ് ആകെ 2 പടേ വരച്ചിട്ടുള്ളൂ ക്യാൻവാസിൽ. അത് ഞാൻ കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ പാട്ട് പാടുമായിരുന്നു. പാട്ട് പാടും. ആ ഓക്കെ, ഒരു പാട്ട്. അയ്യോ അങ്ങനെയൊന്നും ഒരു പാട്ട്, ഒരു കുഞ്ഞു പാട്ട്. അയ്യോ. സപ്പോർട്ടായിട്ട് നമ്മുടെ രാമൂട്ടൻ കൂടെ ഉണ്ട്. എന്റെ ബർത്ത്ഡേക്ക് ഒരു പാട്ട് പാടി അയച്ചു തന്നായിരുന്നു. യൂട്യൂബിൽ ഉണ്ടല്ലോ. നമുക്ക് ലൈവായിട്ട് മതി, കോപ്പറേറ്റ് ഒന്നും വാങ്ങാൻ വയ്യ. ലൈവായിട്ട് നാട്ട്. അയ്യോ എനിക്ക് തെഞ്ചുവിനൊക്കെ എടുക്കണം. ഡാൻസ് ചെയ്യാൻ പറഞ്ഞത് പോലെ. ഇല്ല ഇല്ല, ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെയാ എന്നോട് ഡാൻസ് കളിക്കാൻ പറയുമോ? മനസ്സിലായോ? എനിക്ക് കഴിയില്ലേ, ഇത് കളിക്കാൻ പറ്റും, പാടാൻ പറ്റുന്നില്ലല്ലോ. ആ ഇതാണ് നിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയടാ. നീ ഒന്നും പറയണ്ട, നീ പാട്ട് ഇനി ഞാൻ പാടി, മേലെ പറയൂല. നീ ഇവിടെ പാട്ട് പാടി മറ്റേ കപ്പ് മേടിച്ചിട്ട് പോയാ. അയ്യാ ഓക്കെ, അറിയില്ല കേട്ടോ. ഞാനും പാടാം. നീ ഇത് നോക്കണത് ഈ മറ്റേ മാറ്റിയിട്ട്. ഇതാണ് ഏത് പാട്ടാ? പിന്നെ വെച്ച് മറച്ചോ. 8:50 ഏതാണ്ട്. ഇങ്ങനെയാണെങ്കിൽ കളിക്കില്ല. ഓക്കെ, അത് ഞാളെ കൊണ്ട് പാടിപ്പിക്കാം. പോടാ, ഈ ഇന്റർവ്യൂ മാത്രം വെച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല. ഓക്കെ പാടിക്കോ. ഞാൻ നോക്കിട്ട് ഇനി പാടി. അല്ല ഞാൻ എപ്പോഴും കേൾക്കുന്നു. അതെ സത്യം. അതെനിക്ക് മനസ്സിലാവാത്തെ. അവസാനം പാടിയുണ്ട്. എന്തിന്റെ അവസരം? ഞങ്ങളിങ്ങനെ മറന്നുപോയാലോ. കൊറേ നാളായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് പണ്ട് എപ്പോഴും പാടുമായിരുന്നു, ഇപ്പൊ പാടലില്ല. ഇപ്പൊ ഞാൻ പാടുപെടുന്നു. വരട്ടെ, വരും. എന്തൊക്കെ പില്ല് വെച്ച് മറച്ചു. സമയം കളയണ്ട. ഹെഡ്ഫോൺ വരുമോ? ഞാൻ കേട്ടിട്ട് കൗണ്ടർ അടിച്ചു എന്ന് പറയണ്ട. പാടാ, പറ്റൂടാ. എന്നോട് ക്ഷമിക്കണം സബ്സ്ക്രൈബേഴ്സ്. നീ എന്നിട്ടാണ് സമയമില്ല രാമു. എന്നോട് തന്നെ ഓക്കെ ആക്കണതാ. 1 2 3 സ്റ്റാർട്ട്. മേലെ മേലെ വാനം വാനം നീളെ മഞ്ഞിൻ കൂട. പിന്നെ പാടാ, ഇവനാണ്. ഇല്ല ഞാൻ പിന്നെ പാടാം. നന്നായിട്ട് തുടങ്ങിയതായിരുന്നു. നല്ല രസമായിട്ട് പാടുന്നുണ്ട്. അതന്നെ പാടുന്ന പാട്ട് എപ്പോ എനിക്ക് പാടിത്തരുന്ന പാട്ടാ. പിന്നെന്താ ഇപ്പൊ? അതെ, പക്ഷെ നീ കളിയാക്കും. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഇരിക്കുന്നോണ്ടാണോ. ആ നിങ്ങള് ആൾക്കാർ എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇവനെ പ്രശ്നമുള്ളൂ. ഞാനതിന് കേൾക്കുന്നു. ഞാൻ തിരിഞ്ഞിരിക്കാം, ഒന്ന് കംപ്ലീറ്റ് ആയി തുടങ്ങിയാ കംപ്ലീറ്റ് ആക്കണം എന്നാണ് ഇത്രയും നേരം നീ അതാ പറഞ്ഞത്. പിന്നെ അത് ഫുൾ ഓൺ ഇങ്ങനെ കൊടുത്താ മതി. മേലെ മേലെ വാനം വാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ വാനം വാനം നീളെ
മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. Guys, ഞാൻ സത്യമായിട്ട് ഇതിനേക്കാൾ നന്നായിട്ട് പാടും. പക്ഷെ ഇവരൊക്കെ ഇരിക്കണോണ്ടാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഇവരിയ്ക്കണോണ്ടാണ്. ഞങ്ങൾ അതെ അതെ. രസമായിട്ട് പാടിട്ടോ. നൈസായിട്ട് പാടും. പിന്നെ ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇടക്കിടക്ക് ഒരു പാട്ട്. ഇടയെ സത്യമായിട്ടും അരങ്ങേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് പാട്ടിൽ അരങ്ങേറ്റോ? ഈ പാട്ട് ശാസ്ത്രീയ സംഗീതം. ഇവനേത് ക്ലാസിക്. അമ്മ മ്യൂസിക് ടീച്ചറാണ്. പിന്നെ അമ്മയ്ക്കൊരു നാണക്കേടാകണ്ടെന്ന് വിചാരിച്ചിട്ട് പാട്ട് നിർത്തി. അങ്ങനെയല്ലേ അത് തൊണ്ടയ്ക്ക് ഒരു ഇത് വന്നു, വോക്കൽ കോഡിന് ഒരു പ്രശ്നം വന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒന്ന് ഗ്യാപ്പ് എടുക്കാൻ പറഞ്ഞതാണ്. പിന്നെ അങ്ങനെ എടുത്തതാണ്. ഇതൊക്കെ ഒരു ട്രോള് വരുമോ സംശയം. അറിയാതെ പറഞ്ഞാണ് ഇനി ജന്മത്ത് പാടൂല. അടിപൊളിയായിട്ട് പാടിട്ടോ. ഹിഡൻ ടാലന്റ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കാം. ആരും നമ്മളെല്ലാവരും കൂടെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. Next. ഓക്കെ ഓക്കെ, ചെയ്യണേ. വൃന്ദയ്ക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം. നെക്സ്റ്റ് ഓ, ഈസി ആയിരുന്നാ? പേടി ക്രീച്ചർ ആണോ ഉദ്ദേശിക്കുന്നത്? അവർ ഞങ്ങള് ക്രീച്ചറാണ് ഞാൻ എഴുതിയത്. ഞാനും ക്രീച്ചർ എഴുതി. പല്ലി. വലിയ പേടിയാ? പേടിയാണോ? പേടിയാണോ? അങ്ങനത്തെ ഒരു ഇറങ്ങി ഓടി വിളു. ഭയങ്കര പേടി. എനിക്ക് പാമ്പൊന്നും എനിക്ക് സീനേ ഇല്ല. പക്ഷെ പല്ലി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അത്രയും പേടിയാ. ഓ, സീൻ. പല്ലിയുള്ള ഇപ്പൊ വാഷ്റൂംസിലൊക്കെ പല്ലി കഴിക്കില്ല. പിന്നെ ആ വാഷ്റൂമിൽ ഞാൻ കയറില്ല. കുളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പല്ലിയുള്ള സ്ഥലത്ത് കയറി. പല്ലിയായിട്ട് ഞാനായിട്ട് ആണോ? ഓക്കെ. പല്ലിയിലൂടെ ജീവിച്ചു. അത്യാവശ്യം ഇങ്ങോട്ട് വരണ്ട. രണ്ട് പല്ലിയിലെ രണ്ടെണ്ണത്തിന് വളർത്തുന്നു. ടുട്ടു മിക്കും. നീ കഴിഞ്ഞ സമയത്ത് ചിഞ്ചുന്നാളാ. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഞങ്ങൾ. ആവശ്യങ്ങൾക്കനുസരിച്ച് പേരുകൾ മാറ്റാനുള്ളതാണ്. ഓക്കെ, അടുത്തത്. വൃന്ദയുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഹാബിറ്റ്. ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഹാബിറ്റ്, വൃത്തിയിട്ട ഹാബിറ്റ് എന്ന് പറയും. അങ്ങോട്ട് നോക്കണ്ട, ഫോൺ ടൈപ്പ് ചെയ്തോ. എന്റെ മോശമായിട്ടുള്ള ഹാബിറ്റാ. അതെങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യാ? ആൾ ടൈപ്പ് ചെയ്ത് തുടങ്ങി. 3 പോയിന്റും കൂടി മുന്നിൽ നിൽക്കാണ്. ഇത് നോക്കും. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വന്ന ആൾക്കാരാ ഇവിടെ. രണ്ടുപേർക്ക് ടാലന്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കൂട്ടാണെങ്കിൽ തിങ്സ് എല്ലാം ഇങ്ങനെ സ്കാറ്റേർഡ് ആയിരിക്കും പറഞ്ഞത്. ഓക്കെ, അല്ല, ഞാൻ ലേറ്റ് ആയിട്ട് എഴുന്നേക്കലാണ്. അതൊരു മോശം ഹാബിറ്റ് അല്ലല്ലേ? പോയിന്റ് ഇല്ല. എന്താ സന്തോഷം, മുഖത്ത് സന്തോഷം നോക്കുള്ളൂ. ഈ തെറ്റിക്കുന്ന സമയത്ത് നമ്മളൊരു പണിഷ്മെന്റ് അങ്ങ് തരും. ഇതാദ്യം പറഞ്ഞില്ലല്ലോ. ഇടക്ക് വരും. ഇതിന് ഫുൾ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക്. അതുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നൊക്കെ നിങ്ങൾ ഏറെകളാ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സെലിബ്രിറ്റീസ് ആവുന്നു, ഇന്റർവ്യൂ കൊടുക്കണോ? ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? നമ്മളെ വീഡിയോ കണ്ട് ട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് ഇങ്ങനെ ഒരു അവസ്ഥ വരും പറഞ്ഞോളൂ. പണ്ട് ഞങ്ങള് ട്രോൾ ചെയ്യലായിരുന്നു. എന്റെ അവസ്ഥ പറഞ്ഞേടാ. ഇതൊക്കെ ഫേമസ് ആൾക്കാരല്ലേ. ഈ സെലിബ്രിറ്റീസ് തന്നെ, പിന്നെ ഇൻഫ്ലുവൻസർ തന്നെ കോണ്ടാക്ട് ക്ലോസ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ? അറിയുന്ന കൊറേ പേരുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സിൽ തന്നെ ഇപ്പൊ എന്താ മീനു ലക്ഷ്മി ഉണ്ട്, ആൻസിന്തു, അറിയുന്ന കുറെ പേരുണ്ട്. ഡാൻസേഴ്സ്, റോഹു, വിജയ്, കമൽ, അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട്. അറിയുന്ന ഒരാളെ മാത്രം പറയുന്നില്ല. ഇതിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഒരു 3 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ പറയണം. എന്തായാലും ചോദിക്കണം. ഒരു 3000 ചോദിച്ചേക്കടി. കിട്ടിയ കമ്പനിക്ക് ഇവളെ പേര് പറയാം. ജോസ് പ്രകാശ് 2 രൂപ 3 രൂപ 3 രൂപയാണ് ചോദിക്കുന്നത്. ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ട്. 3 രൂപ പറഞ്ഞിട്ടോ 3 rupees എന്ന് പറയണം. ആരെ വിളിക്കണം? ക്ലോസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിങ് സെലിബ്രിറ്റി ഞങ്ങൾക്ക് കൂടെ അറിയുന്ന. ഓക്കെ, ഞങ്ങൾക്ക് കൂടെ അറിയുന്ന മീനു ലക്ഷ്മിനെ വിളിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ മീനു ലക്ഷ്മി, അല്ലെങ്കിൽ പറഞ്ഞു നമ്മുടെ വിഷ്ണു ചേട്ടൻ. വിളിക്കാം. പുള്ളിക്കാരനെ വിളിച്ചോ? ബിഗ് ബോസ് ആളെ വിളിച്ചോ?
വിഷ്ണു ജോഷി. ആ അവനിപ്പം മലയാളം ഞാനുണ്ടെന്ന് പറയണ്ട. എടാ എനിക്ക് ഒരു 3 രൂപ ഗൂഗിൾ പേ ചെയ്യോ? അത് പൈസ ഇല്ല, ഒരു 3 രൂപ ഗൂഗിൾ പേ ചെയ്യോ? ചെയ്യോ? എന്തിനാടാ അവസ്ഥ ഇതായിപ്പോയി. ഇടോ പപ്സ് കഴിക്കാനാ. ആ പപ്സ് ഇല്ലടാ 15 രൂപ പപ്സിന്, എന്റെ 12 രൂപയുള്ളൂ. 3 രൂപ. ആ പിന്നെ നീ എത്ര വിചാരിച്ചേ? ഇല്ല 3000 3 രൂപ മതി. മതി. എടാ ഞാനൊരു ഇന്റർവ്യൂവിൽ ഇരിക്കണം, നിന്നെ വിളിക്കാൻ പറഞ്ഞോളൂ. നീ മര്യാദക്ക് സംസാരിച്ചപ്പോഴും അവന് മനസ്സിലായി. അതെ ചീത്ത വിളിച്ചതൊക്കെ ഒന്ന് കളയണോട്ടോ. മതി പൈസ വെച്ചോ വെച്ചിട്ട് പോളാം. നിങ്ങൾക്ക് ആവശ്യമില്ല. അടിപൊളി കേട്ടോ. ചോദിച്ചപ്പോ തന്നെ ആള് വിളിച്ചല്ലോ. 3000 അവൻ കേട്ടത് കളഞ്ഞില്ലേ? ഞങ്ങളുടെ 3000 പോയി. ഓക്കെ, അടുത്തത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിരിക്കും ബിക്കോസ് നേരത്തെ കൊടുത്തിട്ടുള്ളത് വെച്ചിട്ട് വൃന്ദക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അത് എഴുതണം. നിങ്ങള് ഓക്കെ ഒരാൾ എഴുതിയാ മതി. കൊടുത്തിട്ടോ ഞാൻ ആദ്യം ചോദിക്കും. റംബൂട്ടനോട് ഇനി എല്ലാരും റംബൂട്ടാന്ന് വിളിക്കട്ടെ. റംബൂട്ടൻ പറയും. സ്റ്റുഡിയോ. ഓക്കെ, ഞാൻ ഇവരോട് ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇത്രയും നേരം കിടന്ന് ഞങ്ങള് പറഞ്ഞത് ആരും മുമ്പില്ല രാമായണം മൊത്തം വായിച്ച. ഓക്കെ, 5-ന് 4 പോയിന്റ്സ് ആയിട്ട് റംബൂട്ടാനാണ് ഇപ്പൊ മുൻപില്. ഇനി അടുത്തത് റംബൂട്ടാനെ കുറിച്ചാണ് നമ്മൾ കുറിച്ചാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ എഴുതണ്ടല്ലോ, എനിക്ക് ഇവിടെ എഴുതണ്ട. ഞാൻ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറയാ, നീ എഴുതിയാ പോരെ. ഓക്കെ, ഒരാൾ എഴുതാൻ മതി. ഓക്കെ, റെഡി. രാമൂട്ടന്റെ ഷൂ സൈസ് എത്രയാണ്? ഇതൊക്കെ നോക്കില്ലേ? എഴുതിയോ? പറ. 50. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. രാമൂട്ടന്റെ ലൈഫിൽ എത്ര പ്രണയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? പയ്യന്നൂർ ഇത് കൂട്ടാണ്ട. അതങ്ങനെയല്ല, അത് കൂട്ടിയോ? ഇത് കൂട്ടരാമോ? അതെന്താ കൂട്ടാണ്ട്? ആരൊക്കെ എണ്ണി വെക്കാൻ പോകുമ്പോ 900 നമ്പർ ഇട്ട് എത്രയുണ്ട്? 1. ഇതിനു മുമ്പ് ഒരൊറ്റ ആകെ ഒന്നേയുള്ളോ? അതല്ലേ ഞാൻ ഫസ്റ്റ് റിലേഷൻഷിപ്പ്, ഫസ്റ്റ് റിലേഷൻ. ഈ ആൺകുട്ടികൾക്ക് ആദ്യ റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണല്ലോ. ആദ്യ അത് തന്നെ അവൻ അടിപൊളി കിട്ടി. ഇപ്പഴെനിക്ക് മനസ്സിലായി. ആൾക്കാര് പറയാറുണ്ട് ഫസ്റ്റ് റിലേഷൻ ഒരിക്കലും സക്സസ് ആവരുത്. ഇപ്പൊ മനസ്സിലായി. ബാക്കി വീട്ടിൽ രാമുട്ടന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ. കുട്ടിങ്ങി എന്നാല് എടാ ഈ ഒരു ടൈമല്ല, ഏത് ടൈം? അവന് ഞാനൊരു ഉത്തരം കൂടെ പറ. ഇപ്പൊ പോണെന്ന് വിചാരിക്കും ചേട്ടാ. ഇത് ടൈപ്പ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞാ പോരെ. വാരണാസി. വാരണാസി എപ്പോ തൊട്ടാ ആഗ്രഹം വന്നേ? ഞാൻ കുറച്ച് പ്ലാനിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങൾ കണ്ടതിന് ശേഷമാണോ? അല്ല, അതിന് മുന്നേ. അതിന് മുന്നേ വരുന്ന സമയത്ത് നേപ്പാളിൽ പോയിട്ട് വാരണാസി പോണെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പൊ അതൊരു ഇങ്ങനെ പോകാൻ പറ്റാതെ ഇങ്ങനെ നിക്കാണ്. പെട്ടെന്ന് തന്നെ പോട്ടെ. പോട്ടെ. ഓക്കെ, പോക്കോട്ടെ. ഓക്കെ.
രാമട്ട ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ഒരു വേർഡ്? ഇവളോട് സംസാരിക്കുമ്പോ നോർമൽ എല്ലാവരോടും സംസാരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡ്? അതിപ്പോ അവിടെ പക്ഷെ അത് ആണോ അല്ലയോ എന്ന് പറഞ്ഞാ മതിയാ. ഇവള് പറഞ്ഞതാണോ അല്ലയോ? ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ കൊറേ സ്ലാങ്ങുകളുണ്ടല്ലേ, ചിലതൊന്നും എനിക്ക് മനസ്സിലാവാറുമില്ല. കൊറേ ഉണ്ട്. അപ്പൊ ക്ലൂ കൊടുത്ത് നൈസ് അല്ല ആയിട്ട്. കൊറേ ഉണ്ട്. എന്തൊക്കെയാണ് ഇപ്പഴായിരിക്കും മനസ്സിലാവും നമുക്ക് ചിലപ്പോ മനസ്സിലാവില്ല അല്ലെ? Opposite നിൽക്കുന്ന ആൾക്ക് നമുക്കത് എങ്ങനെയാണ് yes, ശരിയാ, ശരിയാ. കണ്ടാവുക ഇന്ന് ക്വസ്റ്റ്യൻ? കൊറേ ഉണ്ട്. എന്നാലും ഒന്ന് answer. എന്നെ അത് അങ്ങനെയൊന്നും അല്ലണേ. അപ്പൊ എവിടെയാണോ എഴുതിയത്? ഏണയുണ്ട് എന്റെ മോനെ. അയ്യോ, അങ്ങനെയൊന്നും അല്ലടാ. ഇതൊക്കെയാണ് നമ്മള് എന്ന് പറയും. ഈ കണ്ണൂർ സ്ലാങ് ഭയങ്കര രസമാണ് കേൾക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ എറണാകുളം ഈ പറയുന്ന കണ്ണൂരൊക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മേ ബി സംസാരിച്ച് സെറ്റ് ആയിരിക്കും. ഫാമിലിക്ക് എങ്ങനെയാ ആദ്യം സംസാരിക്കുന്ന സമയത്ത്? ആദ്യം ഭയങ്കര സീനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവരെന്നൊക്കെ പറയുന്നത് ഇവിടെ സംബന്ധിച്ചിട്ട് അത് കുറച്ച് റെസ്പെക്ട് ഇല്ലാത്തത് പോലെ തോന്നാറ്. നിങ്ങൾ സോറി നിങ്ങൾ എന്ന് പറയാം. അപ്പൊ അച്ഛനമ്മേനെ നിങ്ങൾ എന്നൊക്കെ പറയുമ്പോ ഞാൻ രാമു അങ്ങനെ പറയില്ല രാമു. ഇവിടെ അവർക്ക് അപ്പൊ ഞാൻ എന്തോ ചെയ്തെന്നറിയോ, നേരത്തെ തന്നെ പറഞ്ഞ് സെറ്റ് ചെയ്ത് നിങ്ങൾ എന്നൊക്കെ പറയണത് പേടിക്കണ്ട കേട്ടോ, അതിവിടെ നോർമലായിട്ട് പറഞ്ഞ റെസ്പെക്ടോടെ പറയണതാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ മാറൂല. മതിയല്ല എന്തായാലും മാറ്റാൻ പോണോന്നില്ല. ഞാൻ പറയും ഇപ്പൊ സ്റ്റുഡിയോയിലൊക്കെ ആൾക്കാർ കുറച്ച് ഇതായപ്പോ ഞാൻ പറയും നിങ്ങൾ വിളിക്കുന്ന റെസ്പെക്ട് ആണ്, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വിളിച്ചിട്ട് അവസാനം പറയാൻ പറയുന്നത് അത് മാത്രമുള്ള ഒരു ലാംഗ്വേജ് ഇതായിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ ചില സാധനങ്ങളുടെ പേര് അവിടെ ഇവിടെയും ഡിഫറെന്റ് ആയിരിക്കില്ലേ? അപ്പൊ ഞാനൊരു ഗെയിം സെക്ഷൻ ചോദിക്കാണ്. അവിടെ നമ്മുടെ കണ്ണൂരിൽ ചില വേർഡ് ഉണ്ടല്ലോ, ചില വാക്കുകൾ, അത് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്ക്. കൊറേയൊക്കെ ഇപ്പം പഠിച്ചു. അതെ പറഞ്ഞോളൂ. ഒന്നേടാ കാട്ടൻകോരി. കാട്ടൻകോരി കാട്ടൻകൂരി നമ്മുടെ ഇത് അടിച്ചുവാരിയില്ലേ, ആ സാധനല്ലേ ഇങ്ങനെ എടുത്ത് വെക്കണത്. എനിക്കറിയാ കാട്ടൻകോരിയാ. കാട്ടൻകുടി എനിക്കല്ല, ഇവള് പറയുന്നത് എന്താന്ന് ഇവളെ ഭാഷയിലല്ലേ പറയുന്നത്. അടിച്ചുവാരി കാട്ടൻകോരി. യെസ്, അതുപോലെ എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും അല്ല ചോദിക്കും പറയാൻ ചോദിക്കാമോ? ഇങ്ങനെല്ലാം പറയുന്നത് കപ്പലണ്ടി മിഠായിക്ക് എന്താ പറയാ നിങ്ങള്? എന്തത് പേര്? കടലുമിഠായി. കടന്നു മിഠായി. അത് കുഴപ്പമില്ല. ഞാൻ കടലുമിഠായി. ഇത് ചോദിക്കേ അതൊന്നല്ല, കണ്ണൂരിന്ന് പുറത്താക്കിക്കോട്ടാ പോവാൻ പറ്റില്ല. അഭയാർത്ഥി കട്ട അഭയാർത്ഥി കട്ടുണ്ട്. ഡെവലപ്പായി. സ്വന്തം നാട്ടുകാരി പറഞ്ഞ കേട്ടോ ഡെവലപ്പറല്ല കണ്ണൂരിന്ന്. മനസ്സിലല്ലേ? ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അവിടെ ഭയങ്കര രസമായിരിക്കും, റിച്ച് ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കും. ഇവിടെ കുറച്ച് അയ്യേ ആ ഒരു ഇതില് മെയിൻ സാധനം ചാടുക. ഇലയെടുത്ത് ഞാനൊരു ചാട്. ഇവക്കൊന്നും തിരിയണില്ല. അപ്പൊ തിരിയണില്ല നമ്മൾ അങ്ങനെ വിചാരിക്കും. തിരിയണില്ല എന്നാണ് എനിക്ക് തിരിഞ്ഞില്ലേ? തിരിയുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. രസമായിരിക്കില്ലേ ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. മെയിൻ കോമഡി പറഞ്ഞാൽ ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ മെയിൻ സാധനം വരിക. ഞാൻ കിട്ടുന്ന നല്ലൊരു ഞാൻ ആക്ച്വലി ഷോർട്ട് ടൈം ആണ്. മനുഷ്യന്മാരും മനസ്സിലോട് ഭാഷ പറയണ. ഞാനൊരു പ്രാവശ്യം ആ റൊട്ടി കിടന്ന ഒരു പ്രാവശ്യം അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് നോടിച്ചില് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് കലിപ്പില് വരിക. ഞാൻ വണ്ടി കയറി തോറിലടിച്ചു അതുകൊണ്ട് നോടിച്ചില് ഇവള് കണ്ട് ചിരിയാണ്. എന്നാണ് ഞാനത് കണ്ട് ചിരിക്കുന്നോ? അവിടെ നീ എന്താ പറയുന്ന ബാക്കി അവർക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല. നോടിച്ചില്ലേ എന്ത് സാധനം അറിയോ? നോടിച്ചില്ല വഴക്കൂടുമ്പോ എന്താ നീ പറയണേ? എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ പണിക്കോയിട്ടിരുന്നു. അടുത്തത് ഇത് കറക്റ്റ് ആക്കിയല്ലോ. ഇനി ചേട്ടന് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം? ഇതിപ്പോ ഞാൻ എന്നെ പറ്റി കൊറേ ആലോചിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇങ്ങനത്തെ ഗെയിമൊക്കെ സ്വയം ഇരുന്ന് നമുക്ക് കൂടി നമ്മൾ മനസ്സിലാക്കാം. അത് പറയരുത്, എഴുത്. ഇവക്കല്ലേ അറിയില്ല, ഇവളല്ലേ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇപ്പൊ എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് ദേഷ്യം വരുന്ന കുറച്ച് കാര്യങ്ങളില്ലേ? ഒന്നും ഇറിറ്റേറ്റഡ് ആക്കാത്ത പോലെ. അല്ല കൊറേ കാരണം ഉണ്ടായില്ലേ, ഏതാ ഇവളെ ഇതാന്ന് ആലോചിക്കണ്ടേ അധികം? അതൊന്നും ആലോചിക്കണ്ട, ഉള്ളത് എഴുതിയാൽ മതി സത്യസന്ധമായിട്ട്.
ഞാൻ ചെയ്യണതല്ലേ രാമു ഇഷ്ടമില്ലാത്ത? ഇത് ക്ലൂ നൈസ് ഇടും. ഓക്കെ അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കാന്ന് അറിയത്തില്ല. എന്താണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ലൂപ്പ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഇറിറ്റേഷൻ. കൊള്ളാടാ കൊള്ളാടാ. ഞാൻ വിചാരിച്ചു ഇറിറ്റേറ്റ് ആക്കുന്ന കാര്യം മറ്റിങ്ങനെ സാധനങ്ങൾ വലിച്ചെറിയിടുകയല്ലേ, അതാന്ന് വിചാരിച്ചു. അതിനിപ്പോ എന്താ നീ പറഞ്ഞത്? അത് ഇറിറ്റേറ്റഡ് ആക്കുന്നു. അപ്പൊ ഒരു ഓക്കെ ഇപ്പൊ ഒരു തെറ്റുത്തരായല്ലോ. അപ്പം അതിനൊരു പണിഷ്മെന്റ് എന്ന രീതിയില് നമ്മൾ എന്ത് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം പറയേണ്ടത്. അതായത് എന്ത് ചോദിച്ചാലും അതിന്റെ ആൻസർ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം, ഒരിക്കലും റൈറ്റ് ആവരുത്. ഓക്കെ ഞാൻ ചെയ്യാം. എന്നോടല്ലേ? ഇവിടെയും കൂടാ. അയ്യോ ഞാനില്ല. എടാ നോക്കിക്കണ്ടും പറഞ്ഞു. ഇതിന്റെ എഡിറ്ററെ നിങ്ങളോട് പറഞ്ഞ എഡിറ്ററെ കാണാട്ടാ ഒന്ന് മയത്തില് എന്റെ കയ്യിലും. ഇല്ല നല്ല ചോദിക്കുന്നതിന് മുമ്പ് കറക്റ്റ് ആവണോ നോക്കണോ. ഹായ് ബൈ അല്ലേ? അതിന് ഹായ് ബൈ. ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതിയോ? ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഫുഡ് കഴിച്ചോ? ഇല്ല ഞാൻ ഇന്നലെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാ ഈ പറയണ തെറ്റ് പറയണം. അതായത് ബൈ പറയുന്ന ഓപ്പോസിറ്റ് അല്ലേ? അതെ വേണമെങ്കിൽ ബൈ പറയാലോ. ഓക്കെ ഓരോ അവസരം. അതായത് ഞാൻ ചോദിക്കുന്നതിന് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വേണം പറയാൻ. ഓക്കെ ക്ലിയർ ആയില്ലേ? പേരെന്താ? അതൊരു പേരാണത്. അത് നല്ലൊരു ഗെയിമാ. ജയിക്കുന്നു കരുതി. തോറ്റ് തൊപ്പിട്ട് വന്നേക്കണേ. അപ്പൊ 4-4 പോയിന്റ്. വെയിറ്റ് ഫോർ ഇസ്രോ. അതിലും നിങ്ങൾ ഈക്വൽ ആയിട്ടാണ്. അതുകൊണ്ട് ഞാൻ തെറ്റിച്ചതാ. ഇവിടെ നിങ്ങളൊരു നിങ്ങൾക്കൊരു ഫേവറേറ്റ് ഒരു യൂട്യൂബർ ഉണ്ടാവില്ലേ, ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടാവില്ലേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? യൂട്യൂബർ എനിക്ക് മല്ലു അനലിസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ഓരോ ടോപ്പിക്കിലും ഓരോ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. വലിയ അനലിസ്റ്റ് നൈസാ. നമ്മളൊരു മൈൻഡ് സെറ്റ് പലതും ഞാൻ എന്റെ മൈൻഡ് സെറ്റ് പലതും ചേഞ്ച് ആയത് ചിന്തിക്കാൻ തുടങ്ങിയത് എനിക്ക് മല്ലു അനലിസ്റ്റിന്റെ കോണ്ടന്റ്സ് കണ്ടിട്ടാണ്. ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ചേഞ്ച് എല്ലാം ആളുടേത് നൈസാ. എല്ലാം നമുക്ക് അങ്ങനെ ഒരു ഡിഫറെന്റ് ഒരു ആംഗിൾ കൊണ്ട് തരും, ഇങ്ങനെ ചിന്തിക്കാലോ എന്നുള്ളൊരു കണ്ടന്റ്സ്. മനസ്സിലാക്കുന്നത് തങ്ങി നിൽക്കുന്നത് ഇങ്ങനെ ഒന്നും പറയാനായിട്ടില്ല. എല്ലാ കോണ്ടന്റ്സ് എനിക്ക് ഇഷ്ടം, മിസ് ചെയ്യാറില്ല. അതാണ് കൂടുതൽ നിങ്ങളുടെ വീഡിയോസ് അല്ലാതെ കൂടുതൽ കാണുന്നത് ആ ചാനൽ. ഞാൻ ആ ചാനലാണ് കാണാറ്. ഞാൻ ഷസാമിന്റെ ആണ്, ഷസാം ഇഷ്ടമുള്ളതാണ്. പിന്നെ കോണ്ടന്റ് വിത്ത് കാസ് കാറിന്റെ പിന്നെ എന്തൊക്കെയുണ്ട് ടെക്കില് ഷസാം തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. എല്ലാവരും കാണും എല്ലാ കണ്ടന്റ്സിലേക്കും. ബാക്കി എന്റെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു. എനിക്ക് ഇഷ്ടമാണ് പൊതുവെ അങ്ങനത്തെ കോണ്ടന്റ്സ്. എനിക്ക് ഇഷ്ടമാണ് നമ്മുടേതല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു കോണ്ടന്റ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിപ്പോ ഓരോ സമയം കഴിയും തോറും കൂടി ഇപ്പൊ ഓരോ വർഷം കഴിയും പുതിയ പുതിയ കാര്യങ്ങള് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ. നിങ്ങൾ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോന്നായിരിക്കും ചെയ്ത് വരിക. ഇനി നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ പ്ലാനിങ്ങിലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവും? സ്കൈ ഡൈവ് ചെയ്യാൻ, ട്രാവൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. സ്കൈ ഡൈവ് അടുത്ത് തന്നെ ചെയ്യണം എന്നുണ്ട്. അതാണ് കാരണം ദുബായിൽ പോകാൻ പ്ലാൻ ഉണ്ട് എഗൈൻ അങ്ങോട്ട്. അപ്പോ ഞാനും കൂടെ പോയിട്ട് കൂട്ടില്ലേ നീ? അങ്ങനെയാ പോവാറ്. അതെ പറയാണ്ടൊക്കെ പിള്ളേരൊക്കെ നമ്മള് ഇതാക്കല്ലേ, ഒരു മിനിറ്റ് എപ്പ വരാ പറയാണ്ട് വരും, പറയാണ്ട് പോവും. എനിക്ക് ശീലവാ. നിന്ന് നിപ്പിൽ കാണാണ്ടാവും. ആണാ ഞാൻ അന്വേഷിച്ചു പിടിച്ചു. ഇവള് വരുമല്ലോ ഇപ്പൊ, ഇതൊക്കെ അറിയാലല്ലോ. പണ്ടായിരുന്നു കുഴപ്പമില്ല. ഓക്കെ ഇപ്പം നിങ്ങൾ ഓരോ കാര്യങ്ങളെ ലൈഫിൽ ഇപ്പോ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പം ഇതുപോലെ കുറെ പേര് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ ഈ പറഞ്ഞ ഡ്രീം ചിലപ്പോൾ ചില സാഹചര്യം കൊണ്ടാവാം അവർക്ക് നടക്കാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടാതെ മടുത്തു പോകുന്നവരുണ്ടാവും. അപ്പൊ അവരോട് എന്താ പറയണ്ടത്? നിങ്ങളൊരു ഇപ്പോഴും സ്ഥിരമായിട്ട് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പൊ എങ്ങനെയാ നിങ്ങൾ അവരോട് എന്താ പറയാൻ ശ്രമിക്കുന്നത്? എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നിർത്തരുത്. ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. കൺസിസ്റ്റൻസി. അതിപ്പോ 1 ശരിയാവില്ല, 2 ശരിയാവില്ല, 3 ശരിയാവില്ല, ചിലപ്പോൾ 100 ശരിയാവില്ല, പക്ഷെ ഒരു ദിവസം ശരിയാവും. ഉറപ്പാണ് ആ കാര്യം. അത് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൈൻഡ് അത്രയും പ്യുവർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് വിൽ ഗിവ് യു ബാക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നടക്കും.
ഓൾവേസ് നിങ്ങളിപ്പോ സെലിബ്രിറ്റീസ് ആണല്ലോ, ആളുകൾ തിരിച്ചറിയുന്നു, എവിടെ പോയാലും ആളുകളുടെ ഒരു ഇഷ്ടവും അവർ വന്ന് സംസാരിക്കുക, അങ്ങനെ ഒരു വലിയൊരു ഫാൻ മൂമെന്റ് ഉണ്ടോ, മറക്കാൻ പറ്റാത്ത ആളുകളുടെ ഒരു ഇഷ്ടവും സ്നേഹം കിട്ടിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രാമൂട്ടൻ ചിരിക്കണം. ലൈക്ക് ഇപ്പൊ ഞങ്ങളുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വൈബ് അനുസരിച്ച് നോക്കുമ്പോ വീഡിയോ കാണുമ്പോൾ ഇവള് ഭയങ്കര ആക്റ്റീവും ഞാൻ അല്ലെന്ന്. പക്ഷെ എന്റെ കുറച്ച് ഓപ്പോസിറ്റ് ആണ്. അവൾക്ക് ആൾക്കാര് എന്നെ തന്നെയാണോ ഹായ് പറയുന്നത്, എന്നെ തന്നെയാണോ ഞാനടാ ഹായ് അത് എന്നെ തന്നെയാണോ, എന്നെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവര് ഹായ് പറയുന്നതൊക്കെയാ ചോദിക്കാറ്. അപ്പൊ ഒരു പ്രാവശ്യം ഒരു കുട്ടി നമ്മളെ വിളിച്ചിട്ട് നമ്മള് ഇവിടെ പോയി കണ്ട, അതെ പോയി ചെന്ന് കണ്ടായിരുന്നു. അപ്പോ അങ്ങനത്തെ ചെറിയ കുട്ടികളാണ് മാക്സിമം ഡാൻസ് വീഡിയോസ് ഒക്കെ കാണാറുള്ളത്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഡാൻസ് കളിക്കാൻ മോട്ടിവേഷൻ ആവണം, ഇൻസ്പയർ ആവണമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ചിലപ്പോൾ ഊടി വന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു കുട്ടി നമ്മൾക്ക് കാണാൻ ആ കൊച്ച് ബഹ്റിനിൽ എന്തോ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പൊ നമ്മളെ കാണണം, സ്റ്റുഡിയോയിൽ വരണം. ആ കുട്ടിക്ക് വരാൻ ടൈം ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ചെന്ന് ലുലുവിൽ പോയിട്ട് ആ കുട്ടീനെ പോയി കണ്ടു. അപ്പൊ ആ കൊച്ചിങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അതിന്റെ കൈയും കാലൊക്കെ ഇറക്കുക, ചേച്ചി ഒരുപാട് നാളെ വിചാരിക്കുക കാണാൻ പറ്റൂലെന്ന് വിചാരിക്കാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ചെറിയ കുട്ടികളല്ലേ കളിക്കാൻ എന്ന് വെച്ചാൽ അവരൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാന്ന് അറിയുന്നത് ഒരുപാട് ഹാപ്പിയാണ് അങ്ങനെ ആലോചിക്കുമ്പോ. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞു ഒരു 60 എത്ര വയസ്സിൽ ഈ ഡാൻസ് എന്ന് പറയുന്ന പരിപാടി, ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ ഒരു പണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പണ്ട് നമുക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്കിപ്പോ പഠിക്കണം തോന്നുന്നു എന്നൊക്കെ പറയും. ഇപ്പൊ ഈ ഡാൻസ് പഠിക്കാൻ ഒരു ഏജ് ഉണ്ടോ, ഇത്ര ഏജിൽ പഠിക്കാം അങ്ങനെ ഉണ്ടോ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ എങ്ങനെയാ? ഇല്ല, അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഒന്നിലും ഒരു കാര്യത്തിലില്ല. പ്രത്യേകിച്ച് പഠിക്കാന്നുള്ള കാര്യത്തിൽ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ജെൻഡർ അങ്ങനെ ഒരു കാര്യം ഒരു ബാരിയേഴ്സും ഇല്ല. ആർക്ക് വേണമെങ്കിലും പഠിക്കാം. എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റുഡന്റ് വരെ ഉണ്ട്, 63 years old ആയിട്ടുള്ള ഒരു ആളുണ്ട് എനിക്ക് പഠിപ്പിക്കാം. അപ്പൊ പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല പഠിക്കുന്നത്, കഥകളി പഠിക്കുന്നുണ്ട്, ഭരതനാട്യം പഠിക്കുന്നുണ്ട്. അതൊരു എക്സാമ്പിൾ ആണ് പുള്ളിക്കാരത്തി ഈ പ്രായത്തിലും എല്ലാം പഠിക്കാം എന്നുള്ളത്. അതിന്റെ ഒരു ആഗ്രഹം മാത്രം മതി, ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാന്നേ ഉള്ളൂ. സോ ഏജ് ഒന്നും ഒരു വിഷയമല്ല. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പലരുടെയും ഡ്രീമാണ് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. കുറച്ചും കൂടി ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു കോള് വരും. അങ്ങനെ ഒരു കോള് വന്നിട്ട് അങ്ങനെ പോകാൻ ഒരു ആഗ്രഹം ഉണ്ടോ അടുത്ത സീസണിൽ? അത് ഞങ്ങളോടൊക്കെ പറയും. എനിക്ക് രാമൂട്ടൊക്കെ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും പോവാ അതൊക്കെ അങ്ങനെ വേണമെങ്കിലൊക്കെ പോകാം. ഒരു ഡിഫറെന്റ് സ്ഥലല്ലേ അത് അറിയില്ല. ലൈക്ക് എനിക്ക് ഇപ്പൊ ഒന്നും തോന്നണില്ല, അറിയില്ല ഇനി പോകുന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പഴത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് വേണ്ട, എന്റെ സ്വഭാവം രാമോട്ട് മാത്രം അറിയാൻ മതി. കോള് വന്നിട്ടുണ്ടോ? ഇല്ല, ലൈക്ക് എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയടാ, ലൈക്ക് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത്. ഞാൻ പിന്നെ അത് ഫോളോ അപ്പ് ചെയ്തില്ല. ബിക്കോസ് വേണ്ട, ഇപ്പൊ നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ അത്യാവശ്യം ആൾക്കാരെ കണ്ടിട്ട് നന്നായിട്ടുണ്ട് ഡാൻസ് എന്നൊക്കെ ഉണ്ട്. അത്രയല്ലേ പറഞ്ഞു വന്ന് ചീത്ത കളിക്കണ്ട. എടി ഇതായിരുന്നല്ലോ ശരി, അങ്ങനെ ഒരു ഇമേജ് പോവും, അങ്ങനെ ഒരു അയ്യോ അങ്ങനത്തെ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ഇപ്പൊ യൂട്യൂബിലൊക്കെ കാണുന്നവർ വിശ്വസിക്കുന്നല്ലേ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവര്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഇൻട്രോവേർട്ട് ആണ്. സ്റ്റുഡിയോയിലൊക്കെ ചില സമയത്ത് ആരും വന്ന് ഞാൻ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്, അതങ്ങനെ പൊതുവെ അങ്ങനെ ഉണ്ടാവും വീഡിയോ. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ കമ്പനി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല, പിന്നെ അതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നാക്കിക്കൊള്ളും. നാട്ടുകാരെങ്ങനെയാണ് ഞാൻ എന്റെ ഞാൻ എവിടെ കൊണ്ടിട്ടാലേ എനിക്ക് അതങ്ങനെയാണ്. എവിടെ നിന്നാലും അവിടെ മൊത്തം പരിചയക്കാരോ, ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കമ്പാർട്ട്മെന്റ് മൊത്തം എന്റെ പരിചയക്കാരോ, നമ്പർ മേടിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇവിടെ പരിചയം കണക്ഷൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് ഭയങ്കര അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ഇല്ലെങ്കിൽ ബിഹേവിയർ ഒക്കെ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അനലൈസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഇമിറ്റേറ്റ് ചെയ്യോ ആരെങ്കിലും? ചില ക്യാരക്ടറൊക്കെ ഇമിറ്റേറ്റ് ചെയ്യോ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തായിരുന്നു ക്യാരക്ടർ സ്വിച്ച് ചെയ്തിട്ട്. ഞാൻ രാമുണ്ണും രാമുണ്ണൻ ഞാനും. ഞാൻ ഇപ്പൊ ഇതുപോലെ ഒന്ന് രണ്ടുപേരും 2 ക്യാരക്ടർ ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുക? ഇന്റർവ്യൂലേക്ക് വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു.
ചോദിക്ക്. രാമുണ്ട് ചോദിക്ക്. രാമുട്ടാ എടാ എനിക്ക് കിട്ടുന്നില്ല അഭിനയിക്കാണ്ട് ഓക്കെ. രാമുട്ടൻ ഇപ്പം ഇന്റർവ്യൂല് വന്നല്ലോ. ഇതിനു മുമ്പ് 2 ഇന്റർവ്യൂ ഏകദേശം ഒരു ഇന്റർവ്യൂ ചെയ്തു. പൊതുവെ ഇന്റർവ്യൂ എങ്ങനെ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമൊന്നുമല്ല, ഇവളാണ് പോയില് ഇവക്കെ അറിയുള്ളൂ. നിനക്ക് അതെല്ലാം ചോദിക്കാണെങ്കിൽ ഇവളടുത്ത് ചോദിച്ചാൽ മതി, എന്റെ അടുത്തൊന്നും ചോദിക്കണ്ട. ഓക്കെ ഈ പെണ്ണിനോട് നിന്നോട് ചോദിക്കാൻ പറയാൻ പറ. എന്താ നീ ചിരിക്കണു? അവളോട് പറയണ്ടോ ചോദിക്കില്ല. ഇവരുടെ രാമുട്ടൻ ഈ ഒരു കലിപ്പനാണോ? വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? കറക്റ്റ് കേട്ടോ. എന്തായാലും ഒന്ന് പൊടിക്കാൻ വിടണല്ലോ. മാനേഴ്സ് കാണിക്കാൻ പറ്റും എന്തെങ്കിലും? എപ്പോഴും കാണിക്ക്, എന്തെങ്കിലും കാണിക്ക്. ആഗ്രഹം തനിക്കുണങ്ങാത്ത ക്യാമറ അടിച്ചിട്ട് പോയി ഒരു മാനേഴ്സ് ഒന്നുമില്ല. എന്താ കാണിക്ക? ആൾക്കാരെ ഒബ്സർവ് ചെയ്യണം. എന്തൊക്കെ ഡയലോഗായിരുന്നു സ്വന്തം ഭാര്യയുടെ നിന്റെ തനിക്കുണ ഞാൻ ഇവളാണോ ഇവളാണോ കാണിച്ചത്? എന്നെ കാണിച്ചു. പിന്നെ പറ. നമ്മൾ നാട്ടുകാരല്ലേ? നമ്മള് ഭയങ്കര സിനിമയില് കിട്ടുമോ? ഇങ്ങനെയൊന്നല്ലേ ഇവന്റെ സ്വിച്ച് അവിടെ. എന്നെ കാണിക്കാൻ ഈസി ആയിരിക്കും. സത്യം ഞാൻ പറഞ്ഞല്ലേ കൊടുക്കണ്ടെങ്കിൽ അനങ്ങാണ്ടിരുന്നല്ലേ. ഈ ഇന്റർവ്യൂ കഴിയുമ്പോ മനസ്സിലാവട്ടെ, ഞങ്ങൾ സത്യം പറയണ്ടേ, രാമുട്ടൻ ഇങ്ങനെയല്ലേ. രാമുട്ടൻ ഭയങ്കര പാവം, നിർബന്ധിച്ച് ക്യാമറയുടെ മുമ്പിൽ വലിച്ചിഴച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഓഡിയൻസ് ഇങ്ങനെയല്ല, അങ്ങനെയല്ല, ആണ്. അതെ, ഭയങ്കര ഓപ്പോസിറ്റ്. ഞാൻ കൺട്രോൾ ചെയ്ത സ്വഭാവം അത് കാണുന്നത്. ക്യാമറ ഓഫ് ആക്കുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം രസാട്ടോ. നിങ്ങൾ ആ ഒരു ഇത് കോമ്പിനേഷൻ ഭയങ്കര രസാ, സ്ക്രീനിൽ കാണും, ഭയങ്കര രസാ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത്രയും സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. ആൻഡ് ഭയങ്കര സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ. ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. കുറച്ച് നേരമാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വൈബ് ഞാൻ കിട്ടുന്നുണ്ട്. എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ കുത്തിപ്പറച്ചിലില്ലേ സംശയം. നമ്മളെങ്ങനെയാ പറയാ മറ്റേ പറയോ? നമ്മൾ മനസ്സ് തുറന്നല്ലേ സംസാരിക്കാം. മനസ്സ് തുറന്നാണ് നമ്മൾ വിഷയൊക്കെ ചെയ്യാം. അപ്പോഴും എനിക്ക് ഇനി ഈ 1 മില്യൺ എന്ന് പറയാം, 2 മില്യൺ ആവട്ടെ, 3 മില്യൺ ആവട്ടെ, ഒരുപാട് മില്യൺസ് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വാങ്ങട്ടെ. നിങ്ങളുടെ ഓരോ ഡ്രീമും സക്സസ് ആവട്ടെ. ഇനി എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. നിങ്ങളുടെ വലിയൊരു സക്സസിൽ നിൽക്കുമ്പോൾ എല്ലാവിധ ആശംസകളും. ഡാൻസ് സ്കൂളിൽ ഞാനും ചേരാൻ വരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഓഡിയൻസ്. അവരോട് എന്താ പറയുക ലാസ്റ്റ് ഒരു വേർഡ്? നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. ഇനിയും തരിക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത് തന്നാൽ ഞാൻ ഒരുപാട് ഡാൻസുകളായിട്ട് രാമുട്ടൻ്റെ എൻ്റെ ഡാൻസുകൾ വരുന്നതായിരിക്കും. സോ സന്തോഷം. അപ്പോൾ ഇത് കാണുന്ന എല്ലാ സബ്സ്ക്രൈബറും, ഇനി കാണാത്തവർ പോയിട്ട് വൃന്ദാർജുൻ പോയി കണ്ടിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കണ്ട. അതിനോസ് ചിക്കു അടിപൊളിയായിരുന്നു ഇന്റർവ്യൂ, അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു ഇന്റർവ്യൂ. ഇന്റർവ്യൂ ഫീൽ ഉണ്ടായിരുന്നു. ഫ്രണ്ട്ലി ടോക്കിംഗ്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.